Hello friends, welcome to the channel. അപ്പോൾ നമ്മുടെ IDFC ബാങ്ക് ഇപ്പോൾ പുതിയ രണ്ട് ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെറ്റൽ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം മിഡ് റേഞ്ച് കാറ്റഗറിയിൽ വരുന്നു, ഒരെണ്ണം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡുകളാണ്. അപ്പോൾ അതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം അശ്വ, ഒരെണ്ണം മയൂര. അതാണ് രണ്ട് കാർഡുകൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം IDFCയുടെ കാർഡ് കുറെണ്ണം ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ IDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റാപ്പിന്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തതായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ ചാൻസ് കൊടുത്തതായിരിക്കും. മറക്കണ്ട, നമ്മുടെ ലിങ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് jmp.banksupport.in സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലോൺസുകളും ബാങ്കുകളും എല്ലാം നമ്മളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തൊരു പൈസ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പ്രോഗ്രാമാണ്. നമ്മുടെ പുതിയ ചാനൽ ജയിച്ചു പോലെ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസുകൾ, ഗാഡ്ജറ്റ് കമ്പാരിസൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ, മറക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് പുതിയ ക്രെഡിറ്റ് കാർഡിൻ്റെ കാറ്റഗറിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് അശ്വ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു അതൊരു മിഡ് റേഞ്ച് വരുന്ന ഒരു കാർഡാണ്. ഇതിന് നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 2990 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ 10x റിവാർഡ് പോയിന്റ് ഓൺ ഇൻക്രിമെന്റൽ സ്പെൻഡ് അബൌട്ട് 20,000 നമുക്ക് ഓഫർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4S മാർക്കപ്പ് ചാർജ് 1% ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബുക്ക് മൈ ഷോയിൽ ബൈ 1 get 1 ഫ്രീ ഓഫർ നമുക്ക് ഈ കാർഡ് ത്രൂ കിട്ടും. കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നത് മെറ്റൽ കാർഡ് ആണെങ്കിൽ നമുക്ക് 1500 രൂപ. പ്ലാൻഡ് കാർഡിലും രണ്ടിലും വേരിയന്റ് അവൈലബിൾ ഉണ്ട്. മെറ്റൽ കാർഡും ഉണ്ട്, നമുക്ക് നോർമൽ പ്ലാസ്റ്റിക് കാർഡും ഉണ്ട്. അപ്പോൾ മെറ്റൽ കാർഡിന്റെ റീപ്ലേസ്മെന്റ് ചാർജ് നമുക്ക് 1500 രൂപ കൊടുക്കണം, കളഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയതെടുക്കണമെങ്കിൽ. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ചസ് നമുക്ക് അക്രോസ് ഇന്ത്യ കിട്ടുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ലോഞ്ചസ് കിട്ടുന്നുണ്ട്. നല്ല കാർഡാണ്, അപ്പോൾ നല്ല പരിപാടിയാണ്. പിന്നെ നമുക്ക് മാക്സിമം ഫ്യൂവൽ ചാർജ് വേവ് ഓഫ് നമുക്ക് 1% അപ് ടു 400 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് 200-ന്റെയും 5000-ത്തിനും ഇടയിൽ അടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അശ്വ കാർഡ് ഷാൽ ബി അവൈലബിൾ വിസ ഇൻഫിനിറ്റ് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ഹെൻസ് ക്യാരി അഡീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതാണ് നമ്മുടെ IDFC ഫസ്റ്റ് മയൂര ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ്. ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാസ്റ്റർ കാർഡ് വേൾഡിലാണ് വരിക. ജോയിനിങ് ചാർജും മാനുവൽ ചാർജും വരുന്നത് 6000 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ 10x റിവാർഡ് പോയിന്റ് ഓൺ ഇൻക്രിമെന്റൽ സ്പെൻഡ് അബൌട്ട് 2000 നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 4S മാർക്കപ്പ് ചാർജ് ആണ് വരുന്നത്. ബൈ 1 get 1 ഓൺ ബുക്ക് മൈ ഷോ ഓഫർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഡൊമസ്റ്റിക് ആൻഡ് എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. മെറ്റൽ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നത് 3500 രൂപയാണ്. പിന്നെ നമുക്ക് ഫ്യൂവൽ ചാർജ് വേ ഓഫ് മാക്സിമം അപ് ടു 500 രൂപ വരെ കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് ആക്ച്വലി ഇതിൽ നമുക്ക് ആഡ് ഓൺ കാർഡ് നമുക്ക് വരുന്നത് 1 ഒക്ടോബർ തൊട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത രണ്ട് പ്രീമിയം മിഡിൽ റേഞ്ചിൽ വരുന്ന കാറ്റഗറി കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടോ. നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കാട്ടും. അപ്പോൾ IDFC കാർഡിൻ്റെ പിന്നെ ഇവർക്ക് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ കാർഡുകളുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ലൈഫ് ടൈം ഫ്രീ കാർഡുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡ് അതിൽ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിബിൽ സ്കോർ നോക്കാം. നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ ആപ്പുകൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ലോൺസുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനൽസും കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത കാണാം. ബൈ.